കാഞ്ചിയാർ കോവിൽമലയിലെ അവസാന കുടിവെള്ള സ്രോതസ്സും വറ്റിവരണ്ടു. കോവിൽമലയിലെ ചെക്ക് ഡാമിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തി. 1990-ൽ ഇറിഗേഷൻ വകുപ്പാണ് കുടിവെള്ളത്തിനും കൃഷിക്കുമായി ചെക്ക് ഡാം നിർമ്മിച്ചത്. ചെക്ക് ഡാം നിർമ്മിച്ച ശേഷം ഇത് രണ്ടാം തവണയാണ് വറ്റിവരളുന്നത്. കോവിൽമലയിൽ 1990-ലാണ് ഇറിഗേഷൻ വകുപ്പ് കുടിവെള്ളത്തിനും കൃഷിക്കുമായി ചെക്ക് ഡാം നിർമ്മിച്ചത്. രണ്ടാം തവണയാണ് ഡാമിൽ വെള്ളം വറ്റുന്നത്. ഡാം വറ്റി വരുന്നതോടെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടാനും തുടങ്ങി. 1990 പണിത ചെക്ക് ഡാമാണ്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കോരിയ റോഡ് മണ്ണിട്ട് ഫില്ല് ചെയ്തിരുന്നു. രണ്ടാമത് വീണ്ടും റീ ആയിട്ട് കോരിയതാണ്. ഇറിഗേഷൻ്റെ പദ്ധതി പ്രകാരം കോരിയ ചെക്ക് ഡാമാണ്. നിറച്ച് വെള്ളം കിടന്നിരുന്നതാണ്. കുടിവെള്ളത്തിനും അലക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ചെക്ക് ഡാമാണ്. നിലവിൽ അത് പറ്റി വരണ്ടു. ആദ്യം ചെക്ക് ഡാം ഇത്രയും വറ്റിയിരുന്നില്ല. ഈ വർഷമാണ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വറ്റി വരേണ്ടത്. ഞങ്ങളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെക്ക് ഡാം ഇതുപോലെ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഈ പ്രദേശത്തുള്ള മനുഷ്യർ മുഴുവൻ ആശ്രയമായിരുന്നു. അത് ഉണങ്ങിപ്പോയി. ഞങ്ങളുടെ സാറ് ഇവിടെ മുഴുവൻ ഉണക്കായി. ശരിക്കും ഇത് ഇപ്പോൾ ഇത്രയും കുടിവെള്ളത്തിന് ഒന്നിനും ഉപയോഗിക്കാൻ മേലാത്ത അവസ്ഥ ഇപ്പോൾ തീർത്ത് പറ്റിയത് ഇപ്പോഴാണ്. കോവിൽമല, പാമ്പാടിക്കുഴി, ഇല്ലിക്കമേട് എന്നിവിടങ്ങൾ വരൾച്ചയുടെ മുൾമുനയിലാണ്. ഇവിടെ പഞ്ചായത്തിന്റെയും വെള്ളം എത്തുന്നില്ല. ഇവിടെ പാമ്പാടിക്കുഴിയിൽ വെള്ളം വളരെ തന്നെ എല്ലാവർക്കും തന്നെ വെള്ളമില്ല. പിന്നെ ഇല്ലിക്ക ഭാഗം ആ ഭാഗത്ത് വെള്ളമില്ല, ഒട്ടും വെള്ളമില്ല. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഫണ്ടില്ലെന്നാ പറയുന്നത്. വെള്ളം ഇറക്കി കൊടുക്കാനായിട്ട് അത് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതിപ്പോൾ കിട്ടുന്നുമില്ല. രോഗികളും പ്രായം ചെന്നവരും വെള്ളമില്ലാതെ ഇവിടെ വലയുകയാണ്. നമ്മൾ വെള്ളമില്ലാതെ ഇവിടെ കിടന്ന് വിഷമിച്ച് നമുക്ക് വെള്ളവും കുടിവെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല. പഞ്ചായത്തിൽ പറഞ്ഞ ആൾക്കാർ ഈ വഴിയൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. വെള്ളം പഞ്ചായത്തുകാർ അടിച്ചുകൊണ്ട് കൊടുത്തു. പക്ഷേ ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് ഒരു തുള്ളി വെള്ളം തരും. നമ്മളിവിടെ കിടന്ന് ഇതുപോലെ നരകം അനുഭവിക്കുന്നു. കാരണം കെട്ടിയനാണെങ്കിൽ മേലെ ശ്വാസമുട്ടലായിട്ട് അതിങ്ങനെ വലിച്ചു വരുത്തിരിക്കുമോ. എനിക്കാണെങ്കിൽ രോഗം. നമ്മളിതെല്ലാം കൂടെ എന്നെ ചെയ്യാൻ ഇവരെ കൊണ്ട് ഈ സർക്കാരിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? കുടിവെള്ളത്തിന് പണം നൽകേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും. കാർഷിക മേഖലയുടെ പൂർണ്ണ തകർച്ചയും ജീവൻ നിലനിർത്താൻ കുടിവെള്ളമില്ലാതായതും പ്രദേശത്തെ ജനങ്ങളെ വലിയ ദുരിതത്തിലാണ് ആക്കിയിരിക്കുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.